മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റ് ചോദ്യം ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ വാദം പൂർത്തിയായി. ഹർജി വിധി പറയാൻ മാറ്റി. സ്ഥിരം ജാമ്യത്തിനായി വിചാരണ കോടതിയെ സമീപിക്കാൻ കെജ്രിവാളിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ആർ അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, ഈ ഇടക്കാല ജാമ്യം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ലഭിച്ചതോടെ വലിയ പ്രതീക്ഷയിലാണ്. അപ്പോൾ ഇനി അടുത്ത ദിവസത്തേക്ക് ഏത് ദിവസമായിരിക്കും ഇത് വിധി പറയാൻ മാറ്റിയിട്ടുള്ളത്? ഇന്ന് ഏത് രീതിയിലാണ് വാദം അവിടെ നടന്നത്? സ്മിത, ഈ രണ്ട് കൂട്ടരും പ്രത്യേകിച്ച് ഈ ഹർജിയുമായി ബന്ധപ്പെട്ട പേരുടെ ഭാഗത്തു നിന്നും ശക്തമായ വാദപ്രതിവാദങ്ങളായിരുന്നു സുപ്രീം കോടതിയിൽ ഉണ്ടായത്. ഇതിൽ പ്രധാനമായും ഇ.ഡി മുന്നോട്ട് വെച്ചത് ഈ 100 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട്. അത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഗോവയിലടക്കം തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ചിലവഴിച്ചു എന്നതായിരുന്നു. ആ ഘട്ടത്തിൽ സുപ്രീം കോടതി ചോദിച്ചിരുന്നു, ഈ അഴിമതി തുക വാങ്ങിയത് ഈ മദ്യനയം രൂപീകരിക്കുന്നതിന് മുൻപായിരുന്നോ അതോ അതിനുശേഷമാണോ എന്നൊരു ചോദ്യം മുന്നോട്ട് വച്ചു. അങ്ങനെ തരത്തിലുള്ള ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്നാൽ ഇടയ്ക്ക് കേജ്രിവാൾ തന്നെ ചൂണ്ടിക്കാട്ടിയത് ഈ അഴിമതി നടന്നു എന്ന് പറയുന്ന തുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ തെളിവുകളോ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതായിരുന്നു. അങ്ങനെയുള്ള ഒരു ശക്തമായ വാദപ്രതിവാദങ്ങൾ ഉണ്ടായി. എന്തായാലും ഇതിലെ വാദങ്ങൾ കേട്ടതിന് ശേഷം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ഇനി ഉത്തരവ് പറയാനായി മാറ്റിയിരിക്കുകയാണ്. സുപ്രീം കോടതി ജഡ്ജി സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച്, രണ്ടംഗ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ച് അതിൽ വാദം, അതായത് അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഹർജിയിലെ വാദം ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. എന്തായാലും ആ ദിവസം എന്നായിരിക്കും ഉത്തരവ് പറയുന്നത് എന്ന് സംബന്ധിച്ചുള്ള തീയതിയോ ഒന്നും ഇതുവരെയും അറിയിച്ചിട്ടില്ല. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ജാമ്യം തേടുകയാണെങ്കിൽ അത് വിചാരണ കോടതിയെ സമീപിക്കാമെന്നും അരവിന്ദ് കെജ്രിവാളിനോട് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്മിത, ശരി. ഇഡിയുടെ അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് ഇപ്പോൾ വാദം പൂർത്തിയായിരിക്കുന്നത്. ഹർജി വിധി പറയാൻ മാറ്റി. ഒപ്പം സ്ഥിരജാമ്യത്തിനായി വിചാരണ കോടതിയെ സമീപിക്കാൻ കെജ്രിവാളിനോട് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.